അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു സേവനവാര വീഡിയോ ആക്കാമെന്ന് കേട്ടോ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ല് എന്തായാലും പറിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ പറിച്ചേക്കാം, അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണെന്നറിയോ, വീടിൻ്റെ പരിസരത്തുള്ള സ്ഥലങ്ങളാണ്. വീടിൻ്റെ പരിസരം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് കാണാൻ മനസ്സിലാണല്ലേ, നടക്കലിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ. നിറയെ തുളസിയുണ്ട്, പിന്നെ കുറച്ച് ചെടികളൊക്കെ അമ്മ വെച്ചിട്ടുണ്ട്. എല്ലാം ഇപ്പോൾ കാട് മൂടി മൊത്തത്തിൽ ഇതായി കേട്ടോ. പിന്നെ തുളസി വെച്ച് പറിച്ചേച്ച് പോണ സമയം തുടങ്ങി ഇങ്ങനെ ചെറുതായിട്ടിരുന്ന് അങ്ങ് പറിച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ. പക്ഷേ എൻ്റെ മടി കാരണം ഒരു രക്ഷ, എൻ്റെ മടിയും പുല്ലും ഒരുപോലെ വളർന്നപ്പോഴേ നാശായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ വൃത്തികെട്ട പുല്ലുകൾ മൊത്തം കിട്ടും. അതേസമയം നമ്മൾ ചെടിയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിലോ അവിടെ ഞാൻ കുറച്ച് ചിക്കുവിൻ്റെയും അതുപോലെ കുറച്ച് മരമൊക്കെ നട്ടിട്ടുണ്ട്. അതൊന്നും കിളുത്തില്ല, കാരണം അതെല്ലാം അങ്ങോട്ട് പോയി. ഈ പുല്ലിങ്ങനെ നിന്നാൽ പിന്നെ എങ്ങനെ മരം കിളുക്കുന്നതല്ലേ. മരം മീൻസ് നമ്മുടെ എന്തെങ്കിലും ആവശ്യമുള്ള ചെടികളെ അതൊന്നും കിളുക്കുന്നില്ല, ആകെ നാശമായി. ഇപ്പോൾ തന്നെ ഇവിടെ നിൽക്കുന്ന ഈ ചെടിയിൽ, ഇപ്പോൾ ചെടിയല്ല നമ്മുടെ മുരിങ്ങ മരം, അതിൻ്റെ അവസ്ഥ തന്നെ കണ്ടോ. ഒരു മഴ പെയ്തപ്പോഴത്തേക്കും നേരെ ചാഞ്ഞ് മാത്രമല്ല അതും അത്ര വലിയ ആരോഗ്യത്തിലൊന്നും അല്ല നിൽക്കുന്നത്. അതും ഭയങ്കര ശോചനീയ അവസ്ഥയാണ് അതിനൊക്കെ. പിന്നെ ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ കുറച്ച് പുല്ല്, വളരെ കുറച്ച് പുല്ല് പറിച്ചു കേട്ടോ. കാരണം പറിച്ചാലും ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക്, ഇന്ന് രാവിലെ മഴ ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ മണ്ണിലിങ്ങനെ വെള്ളം നിൽക്കുമ്പോൾ ഇതിന് പുല്ലിന് നല്ല രീതിക്ക് വളരാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ കുറച്ച് പറിച്ചു. അതുമാത്രമല്ല ഈ പറിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെത്തി എടുക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ വേര് കംപ്ലീറ്റ് ഉണ്ടാവും. പിന്നെ ഈ വേരെല്ലാം കൂടി തൂമ്പായിക്ക് എത്തിയെടുക്കണമെങ്കിൽ തുളസി വെച്ച് തന്നെ വരാം. തുളസി വെച്ച് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു 3-4 ദിവസം നല്ല വെയിൽ കിട്ടണമെങ്കിലേ പുള്ളിക്കാരി വരുള്ളൂ. അങ്ങനെ വന്നിട്ടേ കാര്യമുള്ളൂ. കാരണം മണ്ണോടെ അല്ലെങ്കിൽ ഈ വേരങ്ങ് പോരും. അപ്പോൾ നമ്മുടെ പറമ്പിൽ ഓൾറെഡി മണ്ണ് കുറവാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തെറിയുമ്പോൾ മണ്ണൊക്കെ തെറിക്കുന്ന കണ്ടോ. അത് തന്നെ ഭയങ്കര പാടാന്ന് വെച്ചാൽ ഇങ്ങനെ കുടയുമല്ലോ, ഭയങ്കര എഫേർട്ട് എടുത്ത് കുടയുമ്പോഴത്തേക്കും മണ്ണ് 4 പാടും തെറിക്കും. പിന്നെ ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് പോരത്തുമില്ല, ആ വേരുമ്പോൾ തന്നെ അങ്ങനെ ഇരിക്കുകയും ചെയ്യും. അതാണ് കാര്യം. എനിക്ക് ഈ പുല്ല് കാണുമ്പോഴത്തേക്കും ഒരു കഥയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. കാരണം ഒരു പുല്ല് കിളുത്തപ്പോൾ തന്നെ പറിച്ച് കളഞ്ഞിരുന്നെങ്കിൽ തീരാവുന്ന വിഷയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളെന്ത് ചെയ്ത്, മടി കാരണം കളഞ്ഞില്ലല്ലോ. പക്ഷേ ഈ മടിയുമായിട്ടുള്ള ബന്ധമുള്ളൊരു കഥയല്ല. അമ്മ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, മടിയൊക്കെ വേണമെങ്കിൽ വിചാരിക്കാം, അല്ലല്ല അങ്ങനെയല്ല. ഒരു സന്യാസി, ഭയങ്കര താടിയുള്ളൊരു സന്യാസി ധ്യാനത്തിനിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു മുഷർ വന്നിട്ട് താടിയിലോട്ട് കയറും. അപ്പോൾ അയാൾ വിചാരിക്കും പാവം ഒരു മുഷറല്ലേ, അതവിടെ ഇരുന്നോട്ടെ. മുഷർ മീൻസ് മറ്റേ നീറെന്നൊക്കെ പറയും ചില നാട്ടിൽ, ഉറുമ്പാണ് ഉദ്ദേശിച്ചത്. അതവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ അവസാനം ആ മുഷറുകളെല്ലാം കൂടി ഒരു കൂട് മുഷറാവും, ആ ഉറുമ്പാവും. അപ്പോഴത്തേക്കും അയാൾ എന്ത് ചെയ്യും, അവസാനം അവരെല്ലാത്തിനും കൂടി അങ്ങ് തീയിടും. ആ അവസ്ഥയായിപ്പോയി ഇതിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഥയും നമ്മുടെ ഈ പുല്ല് പറിക്കലും കൂടി സിമിലർ ആണോ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ അതുപോലെ തന്നെയല്ലേ, ഒരു പുല്ലുകളെത്തപ്പോൾ അങ്ങ് പറിച്ച് മാറ്റിയാൽ മതിയായിരുന്നു. ഇതങ്ങനല്ല, അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്തപ്പോഴത്തേക്കും മൊത്തം കൂടി കളയേണ്ട ഒരു അവസ്ഥയായി. അതും എന്തൊരു എഫേർട്ട് എടുക്കണമെന്ന് നോക്കിയേ. അവസാനം തളർന്ന്, ഞാൻ ഇച്ചിരിയൊക്കെ പറിക്കുമ്പോഴങ്ങനെ തളരുമല്ലോ. ഒരിച്ചിരി ഭാഗം പറിച്ച് തന്നെ പുല്ലാകട്ടോ കാണുന്നത്, ഒരു ആനയ്ക്ക് തിന്നാൻ മാത്രമുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.